അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ 30 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ച് കേട്ടിരിക്കും, പഠിച്ചിരിക്കുമെന്ന് കരുതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, എത്ര സമുദായങ്ങളെ അവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, നിശ്ചയം അവരാരും തന്നെ ഒരിക്കലും തിരിച്ചു വരാത്തത്. വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, തീർച്ചയായും അവരൊന്നടങ്കം നമുക്ക് മുൻപിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. വആയത്തുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാകുന്നു, അർളുൽ മൈതതു, നിർജീവമായ ഭൂമി, അഹ്യൈനാഹാ, അതിന് നാം ജീവൻ നൽകി, ഫഅഖ്റജ്നാ, അതിൽ നിന്ന് പുറപ്പെടുവിച്ചു, ഹബ്ബൻ, ധാന്യങ്ങളെ, ഫമിൻഹു യഅ്കുലൂൻ, അവർ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. ഈ ആയത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുകയാണെങ്കിൽ, നിർജീവമായ ഭൂമി അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു, അതിന് നാം ജീവൻ നൽകി, അതിൽ നിന്ന് ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു, എന്നിട്ട് അതിൽ നിന്നവർ ഭക്ഷിക്കുന്നു. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. വജഅൽനാ, അതിൽ നിന്നും, ജന്നാത്തിൻ, തോട്ടങ്ങൾ, മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ, വഅനാബിൻ, മുന്തിരിയുടെ, വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അതിൽ നാം ജലാശയങ്ങൾ ഒഴുക്കുകയും ചെയ്തു. ഈ ആയത്തിന്റെ ഒന്നിച്ച അർത്ഥം പറയുകയാണെങ്കിൽ, അതിൽ നാം ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നാം ജലാശയങ്ങൾ ഒഴുക്കുകയും ചെയ്തു. ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അഫലാ യശ്കുറൂൻ. ലിയഅ്കുലൂ, അവർ ഭക്ഷിക്കുന്നതിനു വേണ്ടി, മിൻ സമരിഹി, അതിന്റെ ഫലങ്ങളിൽ നിന്നും, അമിലത്ഹു ഐദീഹിം, അവരുടെ കരങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും, അഫലാ യശ്കുറൂൻ, എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ. പ്രിയപ്പെട്ടവരെ, ഇന്നെടുത്ത പാഠഭാഗങ്ങൾ എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. താല്പര്യമുള്ള എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. അടുത്ത ക്ലാസ് ആകുന്നവരേക്കും അസ്സലാമു അലൈക്കും.